പ്രതിസന്ധിയുള്ള പടങ്ങൾ ഒരുപാടുണ്ട്, പ്രതിസന്ധി ഇല്ലാത്ത പടങ്ങളുണ്ട്. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് പോകുന്ന പടങ്ങൾ ഉണ്ട്. ചിലതങ്ങനെയല്ല, ആരംഭശൂരത്വത്തോട് വന്നിട്ട് ഭയങ്കരമായിട്ട് ലാവിഷ് പൂജയൊക്കെ നടത്തി ഗ്രാൻഡാക്കി ഇപ്പോൾ ഇത് ചെയ്യുന്ന 10 ദിവസം പൂട്ടുന്ന പടങ്ങളുണ്ട്. ബാറ്റ് കൊടുക്കാൻ കാശുണ്ടാവില്ല, ഹോട്ടലിൽ ബില്ലടക്കാനില്ല, ഫുഡിന് കാശുണ്ടാവില്ല. അങ്ങനെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രളയം കടന്നുണ്ട്. പ്രൊഡ്യൂസറുടെ കാശില്ലാതെ പാക്കപ്പായി എല്ലാവരും വിട്ടിട്ട് ലോഡ്ജുകാർ വിട്ടിട്ടില്ല, കാരണം സെറ്റിൽ ചെയ്യണം. അപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ പണയം കിടക്കും ഹോട്ടലിൽ. ഞാനൊക്കെ 10-20 ദിവസം കിടന്നുണ്ട്. 25 ദിവസമൊക്കെ ആയപ്പോഴേക്കും അവർക്ക് തന്നെ മതിയായി. എങ്ങനെയും പൊക്കോളാൻ പറഞ്ഞു, പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഇത് അവരെ കാണുകയല്ലേ അറിയിക്കും. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഒരു കൂട്ടായ ഒരു പരിശ്രമം തന്നെ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ട്, അതായത് ഒരു താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ഈ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള എത്രയോ ആളുകളുണ്ട്, അതിന് കഷ്ടപ്പെടുന്ന സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്, അവർക്ക് നൽകുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അവർക്ക് നൽകുന്നില്ല. ചില താരങ്ങളെ പരിഗണിക്കുന്ന പോലെ മറ്റുള്ളവരെ മുമ്പായിരുന്നത്. ഇപ്പം യൂണിയനും കാര്യങ്ങളൊക്കെ വന്ന പിന്നെ എല്ലാവർക്കും യൂണിയൻ വഴിയാണല്ലോ എല്ലാം സേഫായിട്ട് കാര്യങ്ങളും കാശായാലും എല്ലാം വരുന്നുണ്ട്. പണ്ട് 2 തട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, കാരണം താരങ്ങൾ വേറെ ബാക്കിയുള്ളവരൊക്കെ ഒരു. പക്ഷെ പണ്ട് എല്ലാവരും ഒന്നിച്ചാണ് ഇരുന്നിരുന്നതെന്നും പറയാറുണ്ട്. കാരവൺ കാലഘട്ടം ഇല്ലാത്തപ്പോൾ കാരവണൊക്കെ കാരൻ വന്നതിന് ശേഷം ഓരോരുത്തർ സെപ്പറേറ്റായി, അവരുടേതായ ലോകമായി. പണ്ട് അങ്ങനെയല്ലോ, പണ്ടെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുങ്ങി അങ്ങനെയല്ലേ പഴയ സാറിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം തുടങ്ങി ഈ ഒരു നിമിഷം വരെയുള്ള ഒരു മാറ്റം ഭയങ്കര മാറ്റമാണ്. കാരണം വെച്ചാൽ അന്നെന്ന് പറഞ്ഞാൽ എല്ലാം ആഹാരത്തിന്റെ കാര്യത്തിലായാലും കണക്കുകളും എല്ലാ കാര്യങ്ങളും ഒന്നിച്ചും ഓരോ ഇതുകൊണ്ട് ഇത്ര ദിവസം കൊണ്ട് ചീർത്തോളണം, എത്ര ദിവസം കൊണ്ട് തീരും. ഒരു ദിവസം 2 പടമൊക്കെ അഭിനയിക്കുന്ന കാലഘട്ടമായിരുന്നു. അതെ അതെ അതെ. എനിക്ക് പ്രേം നസീർ സാറൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഷീലാമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു സൈഡില് അമ്മയായിട്ട് അഭിനയിക്കും, ഭാര്യയായിട്ട് അഭിനയിക്കും, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതൊന്നുമില്ല. ഇപ്പൊ ഒരു പടം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമുക്ക് സൗകര്യങ്ങൾ കൂടി, അതനുസരിച്ച് ദിവസങ്ങളും കൂടി കൊടുക്കും. പണ്ട് ഇത്ര 23 ദിവസം 25 ദിവസം 18 ദിവസം കൊണ്ട് പടം തീർക്കും. സൗകര്യങ്ങളുള്ള സൗകര്യമുള്ളൂ. ഇപ്പൊ എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ട് സിനിമയ്ക്ക്, അതനുസരിച്ചിട്ട് ദിവസങ്ങൾ കുറയുന്നില്ല, കൂടുക ചെയ്യുന്നത്. ഇപ്പൊ 100 കൂടുതൽ ചെയ്യാത്ത പടം ഏതാണ്? 160, 180, 200 വരെയൊക്കെ പോകുന്നു. അതാണ് 100 കോടി ക്ലബ്, 200 കോടി ക്ലബ് ഈ കടക്കുന്നൊക്കെ പറയുന്നതല്ലാതെ ഇതെന്തോരം ചെലവ് വരുന്നത്. അത് കിട്ടാതെ ഇതാവുന്ന പ്രൊഡ്യൂസേഴ്സ് എത്ര ഇട്ട് അല്ലേ, കുടുംബം വരെ. അത് അന്നത്തെ ഇതത്തെ വ്യത്യാസം അതാ. ശരിക്കും ഈ 100 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബ് എന്ന് പറയുന്നതിലൊക്കെ ഉള്ള ഒരു സത്യാവസ്ഥ എല്ലാവരും പറയുന്നുണ്ട്. പടം ഇറങ്ങിയപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴേക്കും 100 കോടി എന്ന് പറയും. എനിക്ക് സിനിമയ്ക്കും കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പറയാം അല്ലേ.